വെൽക്കം ടു സ്റ്റഡി വിൻ PSC. നാളെ നടക്കുന്ന കേരള PSC എക്സാമിന് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, PSC പരീക്ഷകളിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് ആണിത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ ഇപ്പോഴത്തെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായരാണ്. ആസാമിൽ നടന്ന 79ാം സന്തോഷ് ട്രോഫി കിരീടം നേടിയത് സർവീസസ്. ആസാമിൽ നടന്ന 79ാം സന്തോഷ് ട്രോഫി കിരീടം നേടിയത് സർവീസസ്. 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന്? 2026 ഏപ്രിൽ 9. 16ാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നതെന്നാണ്? 2026 ഏപ്രിൽ 9. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നതെവിടെ? ബംഗളൂരു. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെയാണ്? ബംഗളൂരു. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആര്? EP രാജഗോപാൽ. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? EP രാജഗോപാൽ. കേരളത്തിലെ നിയമവകുപ്പ് മന്ത്രി ആരാണ്? മുഖ്യമന്ത്രി VD സതീശനാണ്. കേരളത്തിലെ നിയമവകുപ്പ് മന്ത്രി VD സതീശനാണ്. കേരളത്തിലെ മന്ത്രിമാരും വകുപ്പുകളും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. PSC എപ്പോഴും ചോദിക്കാറുണ്ട് മന്ത്രിമാരും വകുപ്പുകളും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. മന്ത്രിമാരുടെ എല്ലാ വകുപ്പുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് ആണത്. അത് പോയി കണ്ട് എല്ലാവരും പഠിക്കുക. പിന്നെ ഇത്രയും വകുപ്പുകൾ എല്ലാം കൂടെ ഒന്നിച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഓരോ മന്ത്രിമാരുടെയും പ്രധാനപ്പെട്ട വകുപ്പുകൾ മാത്രം പഠിക്കുക. അതിൻ്റെ നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മതി. മന്ത്രിമാരുടെ പ്രധാനപ്പെട്ട വകുപ്പുകൾ മാത്രം. അപ്പോൾ അതിൻ്റെ നോട്ട്സ് എല്ലാവരും പോയി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ജസ്റ്റ് ഒന്ന് ഇവിടെ തന്നിരിക്കുന്ന മന്ത്രിമാരുടെ പ്രധാനപ്പെട്ട വകുപ്പുകൾ മാത്രം ഞാനൊന്ന് പറയാവേ. മുഖ്യമന്ത്രി VD സതീശൻ വകുപ്പുകൾ ധനകാര്യം, തുറമുഖം കേട്ടോ. VD സതീശൻ മുഖ്യമന്ത്രിയാണ്. അതുപോലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിനകത്ത് നിയമം, ധനകാര്യം, തുറമുഖം. ഓക്കെ, കെ മുരളീധരൻ കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട വകുപ്പുകൾ ആരോഗ്യം, ദേവസ്വം. ആരോഗ്യമന്ത്രി ആരാണെന്നൊക്കെ PSC എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു പരീക്ഷയിൽ ഉണ്ടായിരുന്നു ഈ ചോദ്യം. കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണെന്ന്? കെ മുരളീധരൻ. ഓക്കെ. CP ജോൺ ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. ഗതാഗതം. CP ജോൺ ഗതാഗത വകുപ്പ് മന്ത്രി. മോൻസ് ജോസഫ് ജലസേചനം. ഞാൻ പ്രധാനപ്പെട്ട വകുപ്പുകൾ മാത്രമേ ഇപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളൂ. ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഇമ്പോർട്ടൻ്റ് എല്ലാം പഠിക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്ലാസ് നമ്മുടെ ചാനലിലുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. മന്ത്രിമാരും വകുപ്പുകളും. പിന്നെ അത്രയും വൈഡായിട്ട് പഠിച്ചാൽ നിങ്ങൾ ഓർത്ത് വെക്കത്തില്ലെങ്കിൽ, എല്ലാം കൂടെ ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രം ടെലഗ്രാം ചാനലിൽ പോയി മന്ത്രിമാരുടെ പ്രധാനപ്പെട്ട വകുപ്പുകൾ മാത്രമുള്ള നോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് പോയി പഠിക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, VD സതീശൻ മുഖ്യമന്ത്രിയാണ്. അതുപോലെ നിയമം, ധനകാര്യം, തുറമുഖം പോലെയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു. CP ജോൺ ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. കെ മുരളീധരൻ ആരോഗ്യം, ദേവസ്വം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു. മോൻസ് ജോസഫ് ജലസേചനമാണ്. മോൻസ് ജോസഫിനെ ഓർത്ത് വയ്ക്കാൻ ചെറിയൊരു ക്ലൂ പറഞ്ഞുതരാം. നമ്മൾ കുട്ടികളൊക്കെ വെള്ളത്തിൽ കളിക്കുമ്പോൾ വഴക്ക് പറയുമല്ലോ. അപ്പോൾ മോനെ വെള്ളത്തിൽ കളിക്കരുത് എന്നുള്ള രീതിയിൽ മോൻസ് ജോസഫ് ജലസേചനം ഓർത്ത് വെക്കുക കേട്ടോ. മോനെ വെള്ളത്തിൽ കളിക്കണ്ട എന്ന് പറയത്തില്ലേ, വെള്ളത്തിൽ നിന്ന് കളിക്കാതെ ഇറങ്ങി വാ മോനെ. മോൻസ് ജോസഫ്
ജലസേചനം. പിന്നെ മോൻസ് ജോസഫ് ഞങ്ങളുടെ കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി മണ്ഡലം, അതായത് എൻ്റെയൊക്കെ മണ്ഡലത്തിൽ നിന്ന് ഞാനൊക്കെ ഉള്ള മണ്ഡലത്തിൽ നിന്ന് ഞങ്ങളുടെ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ആളാണ് മോൻസ് ജോസഫ്. അപ്പോൾ എനിക്കത് അങ്ങനെയും കൂടെ ഓർത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെയൊക്കെ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ആൾ മന്ത്രിമാരായിട്ടുണ്ടെങ്കിൽ അവരുടെ വകുപ്പുകൾ നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ഓർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് അതങ്ങ് ഓർത്ത് വെക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ മോൻസ് ജോസഫ് ജലസേചനം ഞങ്ങളുടെ മന്ത്രിയാണ്. ഓക്കെ, കേരളത്തിലെ 16ാം നിയമസഭയിലെ ആഭ്യന്തരമന്ത്രി ആര്? ശ്രീ രമേശ് ചെന്നിത്തല. കേരളത്തിലെ 16ാം നിയമസഭയിലെ ആഭ്യന്തരമന്ത്രി ആരാണ്? ശ്രീ രമേശ് ചെന്നിത്തല. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണെന്ന് ടി വിയിൽ എപ്പോഴും ന്യൂസിൽ കാണാറുള്ളത് അല്ലേ? അതുപോലെ ആരോഗ്യമന്ത്രിനെ എപ്പോഴും ടി വിയിൽ ആരോഗ്യമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് എപ്പോഴും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ എന്ന് പറഞ്ഞ് ടി വിയിൽ ന്യൂസിൽ എപ്പോഴും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അവരെ അങ്ങനെ അങ്ങ് ഓർത്ത് വയ്ക്കുക കേട്ടോ. നമ്മൾ എപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെയുള്ള 4 പേരുടെയും പ്രധാനപ്പെട്ട വകുപ്പുകൾ പറയാവേ. ശ്രീ രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ആഭ്യന്തരം, വിജിലൻസ്, ജയില്, കയറ്, അഗ്നിശമന സേന. പ്രധാനപ്പെട്ട വകുപ്പുകൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യുന്നത് മെയിനായിട്ടും എന്താണ്? ആഭ്യന്തരം, പിന്നെ വിജിലൻസ്, ജയില്, കയറ്, അഗ്നിശമന സേന. ഓക്കെ, കെ മുരളീധരൻ നമ്മൾ മുമ്പത്തെ ചോദ്യത്തിൽ പഠിച്ചതാണ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ? ആരോഗ്യവും ദേവസ്വം. അത് രണ്ടും കെ മുരളീധരനാണ് കേട്ടോ. ആരോഗ്യം, ദേവസ്വം. പി കെ കുഞ്ഞാലിക്കുട്ടി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മെയിനായിട്ടും വ്യവസായമാണ് കേട്ടോ. കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. വ്യവസായം, IT, AI, സ്റ്റാർട്ടപ്പ്, ടെക്സ്റ്റൈൽസ്. ഓക്കെ, വ്യവസായം, IT, AI, സ്റ്റാർട്ടപ്പ്, ടെക്സ്റ്റൈൽസ്. ഓക്കെ, അപ്പോൾ വ്യവസായ വകുപ്പ് മന്ത്രി ആരാണ്? പി കെ കുഞ്ഞാലിക്കുട്ടി. വ്യവസായം. ശ്രീ സണ്ണി ജോസഫ് വൈദ്യുതി, പാർലമെന്ററി കാര്യം, പരിസ്ഥിതി. വൈദ്യുതി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, മറന്നു പോകരുത്. വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് ആണ്. വൈദ്യുതി, പാർലമെന്ററി കാര്യം, പരിസ്ഥിതി. ഓക്കെ, അപ്പോൾ വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? സണ്ണി ജോസഫ്. അപ്പോൾ ഒന്നുകൂടി പറയാം, കേരളത്തിലെ 16ാം നിയമസഭയിലെ ആഭ്യന്തരമന്ത്രി ആരാണ്? ശ്രീ രമേശ് ചെന്നിത്തല. ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? കെ മുരളീധരൻ. ദേവസ്വം വകുപ്പ് മന്ത്രി ആരാണ്? കെ മുരളീധരൻ. വ്യവസായ വകുപ്പ് മന്ത്രി ആരാണ്? പി കെ കുഞ്ഞാലിക്കുട്ടി. വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? സണ്ണി ജോസഫ്. ഓക്കെ, അതുപോലെ ബേസ് എപ്പോഴും ചോദിക്കുന്ന ഒരു 2 പേരുടെ പേരെ അതും കൂടി ഒന്ന് പറഞ്ഞേക്കാം. ഉന്നത വിദ്യാഭ്യാസവും പൊതുവിദ്യാഭ്യാസവും മറന്നു പോകരുത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ആണ് കേട്ടോ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീന്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീന്. ഓർത്ത് വയ്ക്കാൻ ഒരു ചെറിയ ക്ലൂ പറഞ്ഞുതരാം. ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിഗ്രി ലെവലൊക്കെ അല്ലേ ഉന്നത വിദ്യാഭ്യാസം വരുന്നത്. അപ്പം നമ്മുടെ ഒരു യങ്സ്റ്റേഴ്സ്, നമ്മുടെ യങ് ആയിട്ടുള്ള നമ്മുടെ കോളേജിലൊക്കെ നമ്മളൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ കോളേജിലൊക്കെ ഞങ്ങളുടെയൊക്കെ കോളേജിൽ ബിടെക്കിനൊക്കെ പഠിക്കുമ്പോൾ ഒത്തിരി യങ് ആയിട്ടുള്ള സാറുമാരൊക്കെ വന്ന് പഠിപ്പിക്കുമായിരുന്നു ഗസ്റ്റ് ലെക്ചേഴ്സായിട്ട്. അപ്പോൾ ഒരു യങ് നെയിമുള്ള ആളാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഡിഗ്രി ലെവലിലുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ആളാണല്ലോ നമ്മുടെ. ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഡിഗ്രി ലെവലുള്ള ഇതാണല്ലോ വരുന്നത്, എഡ്യൂക്കേഷനാണല്ലോ വരുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ഗസ്റ്റ് ലെക്ചർ ആയിട്ടുള്ള സാറന്മാരെയൊക്കെ ഓർത്തിട്ട് അവിടെ ഒരു യങ് ആയിട്ടുള്ള ഒരു പേരായിരിക്കും വരുന്നതെന്ന് അങ്ങ് വിചാരിക്കുക. അപ്പോൾ അതങ്ങനെ ഓർത്ത് വെക്കുക. ആരാണ്? റോജി എം ജോൺ. റോജി എന്ന് പറയുമ്പോൾ ഒരു യങ് ആളുടെ പേരല്ലേ. അദ്ദേഹം ഒരു യങ് ആയിട്ടുള്ള ഒരാളാണ്. മന്ത്രിയെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ന്യൂസിൽ. അപ്പോൾ റോജി എം ജോൺ അങ്ങനെ ഓർത്ത് വെക്കുക. പിന്നെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീനാണ്. നമുക്കറിയാമല്ലോ നമ്മുടെ 10ാം ക്ലാസ് വരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ +2 വരെയൊക്കെ 10ാം ക്ലാസ് വരെ മെയിനായിട്ടും എല്ലാ ഇച്ചിരി ഏജ്ഡ് ടീച്ചേഴ്സാണ് വന്ന് പഠിപ്പിക്കുന്നത്. അപ്പം അവരുടെ ഇച്ചിരി ഏജ്ഡ് നെയിമാണെന്ന് ആലോചിക്കുക. എൻ ഷംസുദ്ദീൻ എന്ന് പറയുമ്പോൾ ഇച്ചിരി ഒരു പഴയ ആളുടെ, കുറച്ച് പ്രായം ചെന്ന ആളുടെ പേരാണല്ലോ പൊതുവെ. കൂടുതലായിട്ടും കുറച്ച് പഴയ ആൾക്കാരുടെ പേരല്ലേ. അപ്പോൾ അതാരാ? പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീന്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോണും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീനുമാണെന്ന് ഓർത്ത് വെക്കുക. ഓർത്ത് വെക്കാനുള്ള ക്ലൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം കോളേജ് ലെവലിൽ നിന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ യങ് ആയിട്ടുള്ള, നമ്മുടെ ക്യൂട്ടായിട്ടുള്ള സാറിൻ്റെ പോലത്തെ ഒരാളുടെ പേരായിരിക്കും എന്ന് വിചാരിക്കുക. അത് റോജി എം ജോണ്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മുടെ പ്രായം ചെന്ന, നമ്മുടെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള നമ്മുടെ സാറ് എന്ന് ഓർക്കുക. അതാരാ? എൻ ഷംസുദ്ദീൻ. ഓക്കെ.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഭരത് ലാൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഭരത് ലാൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ, അതായത് അധ്യക്ഷൻ വി രാമസുബ്രഹ്മണ്യനാണ്. ഓർത്തു വെച്ചോണം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ വി രാമസുബ്രഹ്മണ്യനാണ്. ഇപ്പൊ രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ഭരത് ലാൽ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ വി രാമസുബ്രഹ്മണ്യൻ. ഓക്കെ. സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് ഫ്രണ്ട്സ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് ഫ്രണ്ട്സ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ശ്രീ ജ്ഞാനേഷ് കുമാർ. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ശ്രീ ജ്ഞാനേഷ് കുമാറാണ്. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഷാജി എൻ കരുൺ. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ഷാജി എൻ കരുൺ. 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് നടി ശാരദയ്ക്കാണ്. ഓർത്തുവെക്കുക, 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് നടി ശാരദയ്ക്കാണ്. 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആര്? ഹർമൻപ്രീത് കൗൾ. 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആര്? ഹർമൻപ്രീത് കൗൾ. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? മോഹൻലാൽ. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മോഹൻലാലിന്. മുണ്ടകൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനിന്റെ പേരെന്ത്? എൻ്റെ കേരളം എന്നും സുന്ദരം. മുണ്ടകൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനിന്റെ പേരെന്താണ്? എൻ്റെ കേരളം എന്നും സുന്ദരം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികനാര്? ശുഭാംശു ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ ആരാണ്? ശുഭാംശു ശുക്ല. 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ആരാണ്? സഞ്ജു സാംസൺ. 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ആരാണ്? സഞ്ജു സാംസൺ. ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിന്റെ വേദി റഷ്യ. ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിന്റെ വേദി റഷ്യ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം നവി മുംബൈ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം നവി മുംബൈ. 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ യഥാക്രമം പ്ലെയർ ഓഫ് ദി സീരീസ്, പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങൾ ആരെല്ലാം? ജസ്പ്രീത് ബുംറ, വിരാട് കോഹ്ലി. 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ യഥാക്രമം പ്ലെയർ ഓഫ് ദി സീരീസ്, പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങൾ ആരെല്ലാമാണ്? ജസ്പ്രീത് ബുംറ, വിരാട് കോഹ്ലി. 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദി സീരീസ് ജസ്പ്രീത് ബുംറ, പ്ലെയർ ഓഫ് ദി മാച്ച് വിരാട് കോഹ്ലി. ഓക്കെ. 2023 നോബൽ സമ്മാനം നേടിയവരുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇവയിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ സി 1 ഉം 3 ഉം. യോൺ ഫോസ്റ്റെ സാഹിത്യം, നോർവീജിയൻ നാടകകൃത്ത്. ക്ലൗഡിയ ഗോൾഡിൻ സാമ്പത്തിക ശാസ്ത്രം, US സാമ്പത്തിക ശാസ്ത്രജ്ഞ. നോബൽ പുരസ്കാരം പഠിക്കുമ്പം നിങ്ങൾ 2022 മുതൽ 2025 വരെ പഠിക്കുക. അത്രയും ഓർത്തു വയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ 2024 2025 വർഷങ്ങളിലെ നോബൽ പുരസ്കാരം പഠിക്കുക കേട്ടോ. കാരണം ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ആണെങ്കിൽ 2022 മുതലുള്ള ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത്ര ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അറ്റ്ലീസ്റ്റ് 2024 2025 വർഷങ്ങളിലെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കുക, എന്താണ് 2023 നോബൽ സമ്മാനം നേടിയവരുമായി ബന്ധപ്പെട്ട വസ്തുക്കളിൽ ശരിയായത്? യോൺ ഫോസ്റ്റെ സാഹിത്യം, നോർവീജിയൻ നാടകകൃത്ത്.
ക്ലൗഡിയ ഗോൾഡിൻ സാമ്പത്തിക ശാസ്ത്രം, US സാമ്പത്തിക ശാസ്ത്രജ്ഞ. ഇനി തെറ്റായി കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഒന്ന് കറക്റ്റ് ചെയ്ത് പറയാം. നർഗീസ് മുഹമ്മദി സമാധാനം, ഇറാൻ മനുഷ്യാവകാശ പ്രവർത്തകയാണ് കേട്ടോ. ബംഗ്ലാദേശ് അല്ല, ഇറാനിലെ മനുഷ്യാവകാശ പ്രവർത്തകയാണ്. 2023 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച നർഗീസ് മുഹമ്മദി ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തകയാണ്. ഇറാനിലെ മനുഷ്യാവകാശ പ്രവർത്തകയാണ്. ഓക്കെ. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം ഓപ്പറേഷൻ ഗംഗ. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം ഓപ്പറേഷൻ ഗംഗ. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിനെതിരായി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ സിന്ദൂർ. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിനെതിരായി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ സിന്ദൂർ. 2026 G7 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഓപ്ഷൻ ഡി ഫ്രാൻസ്. 2026 G7 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഫ്രാൻസ്. 2025 G7 ഉച്ചകോടി നടന്നത് കാനഡയിലാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെച്ചോണം. 2025 G7 ഉച്ചകോടി നടന്നത് കാനഡയിലാണ്. അപ്പോൾ 2026 G7 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഫ്രാൻസ്. ഓക്കെ. സാമ്പത്തിക ധനകാര്യ വിഷയങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? RBI ഡേറ്റ. സാമ്പത്തിക ധനകാര്യ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? RBI ഡേറ്റ. 2025 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഗുരുത്വ തരംഗങ്ങൾ ഗ്രാവിറ്റേഷണൽ വേവ്സ് സാധാരണമായി ഉണ്ടാകുന്നത് താഴെ പറയുന്ന ഏത് പ്രതിഭാസത്തിലൂടെയാണ്? ബ്ലാക്ക് ഹോളുകളുടെ ലയനം. 2025 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഗുരുത്വ തരംഗങ്ങൾ സാധാരണമായി ഉണ്ടാകുന്നത് താഴെ പറയുന്ന ഏത് പ്രതിഭാസത്തിലൂടെയാണ്? ബ്ലാക്ക് ഹോളുകളുടെ ലയനം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരെന്താണ്? വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ. മിഷൻ ഗ്രാമീൺ. ഓർത്തു വയ്ക്കുക, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരെന്താണ്? വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. പേരുകളിൽ നിന്ന് 2025 ഊർജ തന്ത്രത്തിന് നോബൽ പുരസ്കാരം നേടിയ വ്യക്തിയെ കണ്ടെത്തുക. ഓപ്ഷൻ ബി ജോൺ M. മാർട്ടിനസ്. താഴെ തന്ന പേരുകളിൽ നിന്ന് 2025 ഊർജ തന്ത്രം അതായത് ഫിസിക്സിൽ നോബൽ പുരസ്കാരം നേടിയ വ്യക്തിയെ കണ്ടെത്തുക. ആരാണ്? ജോൺ M. മാർട്ടിനസ്. ചരക്ക് സേവന നികുതിയിൽ ഉണ്ടായിരുന്ന ഏത് സ്ലാബുകളാണ് പരിഷ്കരണത്തിന്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടത്? 12%, 28%. ചരക്ക് സേവന നികുതിയിൽ ഉണ്ടായിരുന്ന ഏത് സ്ലാബുകളാണ് പരിഷ്കരണത്തിന്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടത്? 12%, 28%. 2023 106ാമത് ഭരണഘടനാ ഭേദഗതി നിയമം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 1/3 സീറ്റ് സംവരണം. 2023 106ാമത് ഭരണഘടനാ ഭേദഗതി നിയമം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 1/3 സീറ്റ് സംവരണം. 2025 തൊഴിൽ പദ്ധതിയായ വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം എത്ര ശതമാനമാണ്? ഓപ്ഷൻ ബി 40. 2025 തൊഴിൽ പദ്ധതിയായ വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം എത്ര ശതമാനമാണ്? 40%. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പാക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ നോഡൽ ഏജൻസി ഏതാണ്? കിൻഫ്ര. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പാക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ നോഡൽ ഏജൻസി ഏതാണ്? കിൻഫ്ര. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആര്? വിജയ കിഷോർ രഹത്കർ. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? വിജയ കിഷോർ രഹത്കർ. ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം കലിംഗ സ്റ്റേഡിയം, ഭുവനേശ്വർ. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം കലിംഗ സ്റ്റേഡിയം, ഭുവനേശ്വർ. യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം ദീപാവലി.
യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം ദീപാവലി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര്? ഡോക്ടർ ഗ്യാനേഷ് കുമാർ സുഖബീർ സിംഗ് സന്ധു. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര്? ഗ്യാനേഷ് കുമാർ സുഖബീർ സിംഗ് സന്ധു. 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ട്രാസ്ബർഗ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഫ്രാൻസ്. 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ട്രാസ്ബർഗ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഫ്രാൻസ്. ഇറാനിലെ ഏത് തുറമുഖത്തിന്റെ നടത്തിപ്പിനാണ് ഇന്ത്യയും ഇറാനും തമ്മിൽ കരാർ ഒപ്പിട്ടിരിക്കുന്നത്? ചബഹാർ. ഇറാനിലെ ഏത് തുറമുഖത്തിന്റെ നടത്തിപ്പിനാണ് ഇന്ത്യയും ഇറാനും തമ്മിൽ കരാർ ഒപ്പിട്ടിരിക്കുന്നത്? ചബഹാർ. 2023 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? നർഗീസ് മുഹമ്മദി. 2023 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് നർഗീസ് മുഹമ്മദി. 2024 പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാവ്? ഇന്ത്യ. 2024 പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാവ്? ഇന്ത്യ. 2024 ദാദാസാഹിബ് പുരസ്കാരം നേടിയ നടൻ? ഷാരൂഖ് ഖാൻ. 2024 ദാദാസാഹിബ് പുരസ്കാരം നേടിയ നടൻ ഷാരൂഖ് ഖാൻ. ഇപ്പോഴത്തെ കേന്ദ്ര റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി? നിതിൻ ഗഡ്കരി. ഇപ്പോഴത്തെ കേന്ദ്ര റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി. 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ആര്? ഉസ്മാൻ ഡംബലെ. 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരനാര്? ഉസ്മാൻ ഡംബലെ. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അങ്കൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലം? ചിറ്റൂർ. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അങ്കൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലം? ചിറ്റൂർ. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് താഴെ പറയുന്നവരിൽ ആരാണ്? അജിത് ഡോവൽ. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് താഴെ പറയുന്നവരിൽ ആരാണ്? അജിത് ഡോവൽ. ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി റെയ്ങ്ല ഒഡിങ്ങ. ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി റെയ്ങ്ല ഒഡിങ്ങ. തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. എല്ലാ പ്രസ്താവനകളും ഇവിടെ ശരിയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ: പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2025 ഏപ്രിൽ 6-നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പുതിയ പാമ്പൻ പാലം. നീളം 2.07 കിലോമീറ്ററാണ്. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2025 ഏപ്രിൽ 6-നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പുതിയ പാമ്പൻ പാലം. നീളം 2.07 കിലോമീറ്ററാണ്. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ഓപ്ഷൻ സി, ഇന്ത്യ. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. ചാന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി? 23 ഓഗസ്റ്റ് 2023. ചാന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി 23 ഓഗസ്റ്റ് 2023. 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രം ഏത്? തന്തപ്പേര്. 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രം ഏതാണ്? തന്തപ്പേര്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം മലയാളം വിഭാഗത്തിൽ നേടിയതാരാണ്? അഖിൽ പി ധർമ്മജൻ. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം മലയാളം നേടിയത് അഖിൽ പി ധർമ്മജൻ. 2025 ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആര്? ജസ്റ്റിസ് BR ഗവായ്. 2025 ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റതാരാണ്? ജസ്റ്റിസ് BR ഗവായ്. ഇന്ത്യയുടെ നിലവിലെ, അതായത് 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്താണ്. ഓർത്ത് വെച്ചോണം കേട്ടോ.
ഇന്ത്യയുടെ നിലവിലെ, അതായത് 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. ഇന്ത്യയുടെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സൂര്യകാന്ത്. ഓക്കെ. 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി. 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി. ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയാണ്. ഓർത്ത് വയ്ക്കുക, ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആരാണ്? ആർ വെങ്കിട്ടരമണി. 2025 ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? ജ്ഞാനേഷ് കുമാർ. 2025 ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ജ്ഞാനേഷ് കുമാർ. കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കേരള നിയമസഭയുടെ നിലവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. കേരള നിയമസഭയുടെ നിലവിലെ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. കേരള നിയമസഭയുടെ നിലവിലെ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. ഓർത്ത് വയ്ക്കുക, കേരള നിയമസഭയുടെ നിലവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കേരള നിയമസഭയുടെ നിലവിലെ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. സ്പീക്കറെ ഓർത്ത് വയ്ക്കാൻ എനിക്കൊരു ക്ലൂ ഉണ്ട്. അതായത് ഞാനൊരു കോട്ടയംകാരിയാണ്. ഞങ്ങളുടെ കോട്ടയത്ത് നിന്നുള്ള ആളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അപ്പോൾ അതങ്ങനെ ഞാൻ ഓർത്ത് വയ്ക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ അങ്ങനെയൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ. അല്ലാത്തവരെ ഓർത്ത് വെക്കണം. എന്നാലും എൻ്റെ ഒരു ക്ലൂ അതാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏതാണ്? പറവൂർ. ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏതാണ്? പറവൂർ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യ ആൻഡ് കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി കെ മുരളീധരൻ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? കെ മുരളീധരൻ. മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ തെരഞ്ഞെടുപ്പിൽ പ്രതിനിധീകരിച്ച മണ്ഡലം താഴെ പറയുന്നതിൽ ഏതാണ്? പറവൂർ. മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ തെരഞ്ഞെടുപ്പിൽ പ്രതിനിധീകരിച്ച മണ്ഡലം ഏതാണ്? പറവൂർ. അറ്റോമിക് എനർജി റെഗുലേറ്റിംഗ് ബോർഡിന്റെ ചെയർമാനായി പുതുതായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? AK ബാലസുബ്രഹ്മണ്യൻ. അറ്റോമിക് എനർജി റെഗുലേറ്റിംഗ് ബോർഡിന്റെ ചെയർമാനായി പുതുതായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? AK ബാലസുബ്രഹ്മണ്യൻ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? KG ശങ്കരപിള്ള. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? KG ശങ്കരപിള്ള. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവനാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് SK വസന്തനാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് SK വസന്തൻ. അപ്പോൾ എന്താണ് ഇവിടെ? 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് KG ശങ്കരപിള്ള. ഓക്കെ. അപ്പോൾ 23, 24, 25 വർഷങ്ങളിൽ പഠിക്കുക. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ ബി AP അനിൽകുമാർ. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? AP അനിൽകുമാർ. മോൻസ് ജോസഫ് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. എന്താണ്? ജലസേചന വകുപ്പ് മന്ത്രിയാണ് മോൻസ് ജോസഫ്. കെ മുരളീധരൻ ഏതൊക്കെയാണ്? ടൂറിസം, ആരോഗ്യം. കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കേരളത്തിലെ ടൂറിസം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. അനൂപ് ജേക്കബ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ഭക്ഷ്യം, സിവിൽ സപ്ലൈസ്. ഓർത്തുവെക്കുക, മന്ത്രി അനൂപ് ജേക്കബ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ഭക്ഷ്യം, സിവിൽ സപ്ലൈസ്. ഓക്കെ. പിന്നെ PSCയുടെ ഒരു സ്ഥിരം ചോദ്യമാണ് കേട്ടോ, വനം വകുപ്പ് മന്ത്രി ആരാണെന്ന്. അതൊന്ന് പഠിച്ചു വെച്ചോണം. പണ്ട് പോലെയുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ ആണ്. വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം ആര്? മമ്മൂട്ടി. മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം ആരാണ്? മമ്മൂട്ടി. ലഹരിക്കെതിരെ പോരാടാനായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ നൂതന പരിപാടി ഏത്? ഓപ്പറേഷൻ തൂഫാൻ. ലഹരിക്കെതിരെ പോരാടാനായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ നൂതന പരിപാടി ഏതാണ്? ഓപ്പറേഷൻ തൂഫാൻ. ISROയുടെ പുതിയ ചെയർമാൻ ആര്? ഓപ്ഷൻ ബി ഡോക്ടർ V നാരായണൻ. ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഡോക്ടർ V നാരായണൻ.
ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ദൗത്യം ആദിത്യ-L1. ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ദൗത്യം ആദിത്യ-L1. ഏതൊക്കെ ആഗോള ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത ദൗത്യമാണ് നിസാർ? നാസ, ISRO. ഏതൊക്കെ ആഗോള ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത ദൗത്യമാണ് നിസാർ, നാസ, ISRO. 2025 ഒക്ടോബറിൽ കേരളം പോളിയോ നിർമ്മാർജ്ജനത്തിനായി പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ് ഡ്രൈവ് സംഘടിപ്പിച്ചു. ഈ ഡ്രൈവിൽ 5 വയസ്സിൽ താഴെയുള്ള എത്ര കുട്ടികളെയാണ് ലക്ഷ്യമിട്ടത്? 21 ലക്ഷം. 2025 ഒക്ടോബറിൽ കേരളം പോളിയോ നിർമ്മാർജ്ജനത്തിനായി പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ് ഡ്രൈവ് സംഘടിപ്പിച്ചു. ഈ ഡ്രൈവിൽ 5 വയസ്സിൽ താഴെയുള്ള എത്ര കുട്ടികളെയാണ് ലക്ഷ്യമിട്ടത്? 21 ലക്ഷം. 2025 ഒക്ടോബറിൽ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എംപോക്സ് ക്ലേഡ് 1 സ്ട്രെയിനിന്റെ ആദ്യ കേസ് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരനാണ്? UAE. 2025 ഒക്ടോബറിൽ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എംപോക്സ് ക്ലേഡ് 1 സ്ട്രെയിനിന്റെ ആദ്യ കേസ് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരനാണ്? UAE. 2025 ഒക്ടോബറിൽ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1.5 മാസത്തിനിടെ 14 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് അമീബയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്? നെഗ്ലേറിയ ഫൗലേറി. 2025 ഒക്ടോബറിൽ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1.5 മാസത്തിനിടെ 14 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് അമീബയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്? നെഗ്ലേറിയ ഫൗലേറി. 2025 ഒക്ടോബറിൽ കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ കേരള സർക്കാർ നിയോഗിച്ചു. ഈ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം താഴെ പറയുന്നതിൽ ഏത് മരുന്നാണ് സംസ്ഥാനത്ത് നിരോധിച്ചത്? റെസിപ്രി ഫ്രഷ് TR മരുന്ന്. 2025 ഒക്ടോബറിൽ കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ കേരള സർക്കാർ നിയോഗിച്ചു. ഈ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം താഴെ പറയുന്നതിൽ ഏത് മരുന്നാണ് സംസ്ഥാനത്ത് നിരോധിച്ചത്? റെസിപ്രി ഫ്രഷ് TR മരുന്ന്. 2024 ഒളിമ്പിക് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതാണ്? സീൻ നദി. 2024 ഒളിമ്പിക് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതാണ്? സീൻ നദി. ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്താണ് ബെഞ്ചാര വിരാസത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? മഹാരാഷ്ട്ര. അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്താണ് ബെഞ്ചാര വിരാസത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? മഹാരാഷ്ട്ര. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ. അടുത്തിടെ മാർബർഗ് വൈറസ് രോഗം പൊട്ടിപ്പുറപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ടാൻസാനിയ. അടുത്തിടെ മാർബർഗ് വൈറസ് രോഗം പൊട്ടിപ്പുറപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ടാൻസാനിയ. 2024 രസാന്തരത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയും പ്രോട്ടീൻ ഘടനാ പ്രവചനം. 2024 രസാന്തരത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയും പ്രോട്ടീൻ ഘടനാ പ്രവചനം. 2025 ICC വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? ജെമീമ റോഡ്രിഗസ്. 2025 ICC വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? ജെമീമ റോഡ്രിഗസ്. കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 2025 നവംബർ 1. കേരളം കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 2025 നവംബർ 1. പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ അറിയപ്പെടുന്നത്? ലോക് ഭവൻ. പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ അറിയപ്പെടുന്നത് ലോക് ഭവൻ. വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാജ്യത്ത് ആദ്യമായി രൂപീകരിച്ച കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ശ്രീ K സോമപ്രസാദ്. വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാജ്യത്ത് ആദ്യമായി രൂപീകരിച്ച കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ശ്രീ K സോമപ്രസാദ്. 2030 കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായി ഇന്ത്യ പ്രഖ്യാപിച്ച പദ്ധതി ഏത്? നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ NDC. 2030 കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായി ഇന്ത്യ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ NDC. 2025 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളിയായ കായിക താരം ആരാണ്? PR ശ്രീജേഷ്. 2025 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളിയായ കായിക താരം ആരാണ്? PR ശ്രീജേഷ്. നീതി ആയോഗിന്റെ ഭരണപരിഷ്കരണ വിഭാഗം വിവിധ മേഖലകളിലെ ഭരണത്തിൽ ദീർഘകാലവും വ്യവസ്ഥാപിതവുമായ പരിവർത്തനത്തിന് ഉത്തരവാദിയാണ്. 2047 ഡാഷ് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നിർണായകമായ ഘടനാപരവും പരസ്പര വിരുദ്ധമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനായി 2025 ഏപ്രിൽ 3 ഈ വിഭാഗം സ്ഥാപിതമായി. ഏതാണ്? വികസിത ഭാരത്.
നീതി ആയോഗിന്റെ ഭരണപരിഷ്കരണ വിഭാഗം വിവിധ മേഖലകളിലെ ഭരണത്തിൽ ദീർഘകാലവും വ്യവസ്ഥാപിതവുമായ പരിവർത്തനത്തിന് ഉത്തരവാദിയാണ്. 2047 ഡാഷ് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നിർണായകമായ ഘടനാപരവും പരസ്പരവിരുദ്ധമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനായി 2025 ഏപ്രിൽ 3 ഈ വിഭാഗം സ്ഥാപിതമായി. ഏതാണ്? വികസിത് ഭാരത്. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ജസ്റ്റിസ് സൂര്യകാന്ത്. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. 2023 55 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആര്? മോഹൻലാൽ. 2023 55 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാൽ. എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളിൽ ഏതാണ് ISRO 2025 മെയ്യിൽ വിക്ഷേപിച്ചത്? EOS 09. താഴെ കൊടുത്തിരിക്കുന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളിൽ ഏതാണ് ISRO 2025 മെയ്യിൽ വിക്ഷേപിച്ചത്? EOS 09. യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭ ഏത് വർഷത്തെ അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായി ആചരിക്കുന്നു? 2025. യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭ ഏത് വർഷത്തെ അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായി ആചരിക്കുന്നു? 2025. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷന്. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷന്. 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദിയ ബിനു പുളിക്കക്കണ്ടം. 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദിയ ബിനു പുളിക്കക്കണ്ടം. 2025 ഫെബ്രുവരി 17 വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിന്റെ പ്രധാന ഉപയോഗം എന്താണ്? കാലാവസ്ഥാ നിരീക്ഷണം. 2025 ഫെബ്രുവരി 17 വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിന്റെ പ്രധാന ഉപയോഗം എന്താണ്? കാലാവസ്ഥാ നിരീക്ഷണം. 2025 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മലയാളി താരം ഇവരിൽ ആരാണ്? പി മാളവിക. 2025 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മലയാളി താരം ഇവരിൽ ആരാണ്? പി മാളവിക. 2026-27 കേരള സംസ്ഥാന ബജറ്റ് 2025 നവംബർ മുതൽ ഏത് ഭരണസമിതിക്കാണ് പ്രതിമാസം 1000 രൂപ ഗ്രാന്റ് നടപ്പാക്കിയത്? കുടുംബശ്രീ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റികൾ ADSന്. 2026-27 കേരള സംസ്ഥാന ബജറ്റ് 2025 നവംബർ മുതൽ ഏത് ഭരണസമിതിക്കാണ് പ്രതിമാസം 1000 രൂപ ഗ്രാന്റ് നടപ്പാക്കിയത്? കുടുംബശ്രീ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റികൾ ADSന്. 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൈൻസ് സെക്രട്ടറിയായി നിയമിച്ചത് ആരെയാണ്? ഓപ്ഷൻ ബി പീയൂഷ് ഗോയൽ. 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൈൻസ് സെക്രട്ടറിയായി നിയമിച്ചത് ആരാണ്? പീയൂഷ് ഗോയലിനെ. 2025 ജൂണിൽ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണി. 2025 ജൂണിൽ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണിനെ. 16ാം ധനകാര്യ കമ്മീഷനെ കുറിച്ചുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക. ഓപ്ഷൻ സി 1, 2 ശരിയാണ് കേട്ടോ. അരവിന്ദ് പനഗരിയാണ് ചെയർപേഴ്സൺ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 280 പ്രകാരമാണ് കമ്മീഷൻ രൂപീകരിച്ചത്. അപ്പോൾ എന്താണ് 16ാം ധനകാര്യ കമ്മീഷനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത്? എന്താണ്? 16ാം ധനകാര്യ കമ്മീഷന്റെ, അതായത് ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷന്റെ ചെയർപേഴ്സൺ അരവിന്ദ് പനഗരിയാണ്. ഓർത്തു വെച്ചോണം, ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ ചെയർപേഴ്സൺ അരവിന്ദ് പനഗരിയാണ്. ഓക്കെ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 280 പ്രകാരമാണ് ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ചത്. അതും കൂടെ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഓക്കെ. ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആര്? ഓപ്ഷൻ എ വിക്രം മിശ്രി. ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. 2025 ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡെവോറട്ട്, ജോൺ മാർട്ടിനസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരമാണ്? നോബൽ സമ്മാനം ഭൗതിക ശാസ്ത്രത്തിൽ. 2025 ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡെവോറട്ട്, ജോൺ മാർട്ടിനസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരമാണ്? നോബൽ സമ്മാനം ഭൗതിക ശാസ്ത്രത്തിൽ. 2025 രസാന്തര നോബൽ സമ്മാനം ഏതിന്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. 2025 രസാന്തര നോബൽ സമ്മാനം ഏതിന്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരം ആരാണ്? എൽദോസ് പോള്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരം ആരാണ്? എൽദോസ് പോള്.
നിലവിലെ കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ആരാണ്? കെ എബ്രഹാം മാത്യു. നിലവിലെ കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ആരാണ്? കെ എബ്രഹാം മാത്യു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? AP അനിൽകുമാർ. റവന്യൂ മന്ത്രിയാണ്, ഓർത്തു വെച്ചോണം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ എപ്പോഴും റവന്യൂ മന്ത്രിയായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ റവന്യൂ മന്ത്രി ആരാണ്? AP അനിൽകുമാർ ആണ്. അപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? AP അനിൽകുമാർ, റവന്യൂ മന്ത്രി. ഓക്കെ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കും. അപ്പോൾ നിലവിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി ശ്രീ VD സതീശനാണ്. അതും കൂടി ഓർത്തു വെക്കുക. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. അപ്പം നിലവിൽ ആരാണ്? മുഖ്യമന്ത്രി VD സതീശനാണ്. 2023 രസാന്തര നോബൽ പുരസ്കാരത്തിന് 3 ശാസ്ത്രജ്ഞന്മാർ അർഹരായി. ഏത് കണ്ടുപിടുത്തത്തിനാണ് അവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്? ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും സമന്വയത്തിനും 2023 രസാന്തര നോബൽ പുരസ്കാരത്തിന് 3 ശാസ്ത്രജ്ഞന്മാർ അർഹരായി. ഏത് കണ്ടുപിടുത്തത്തിനാണ് അവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്? ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും സമന്വയത്തിനും. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെ ആരംഭിച്ചു? ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെ ആരംഭിച്ചു? ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതാണ്? സോമാലിയ. 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതാണ്? സോമാലിയ. ഇന്ത്യയുടെ 2025 സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഏതൊക്കെയാണ്? 3-4 പ്രസ്താവനകളാണ്. വിശിഷ്ട അതിഥികളായി മറ്റ് രാജ്യത്തലവന്മാർ ഉണ്ടായിരുന്നില്ല. 79ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ 2025 സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത്: വിശിഷ്ട അതിഥികളായി മറ്റ് രാജ്യത്തലവന്മാർ ഉണ്ടായിരുന്നില്ല. 79ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. അന്താരാഷ്ട്ര കൂട്ടായ്മയായ ബ്രിക്സിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് 2026 തെരഞ്ഞെടുക്കപ്പെട്ടത് ഏത് രാജ്യമാണ്? ഇന്ത്യ. അന്താരാഷ്ട്ര കൂട്ടായ്മയായ ബ്രിക്സിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് 2026 തെരഞ്ഞെടുക്കപ്പെട്ടത് ഏത് രാജ്യമാണ്? ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയത് എപ്പോഴാണ്? ഏപ്രിൽ 2023. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയത് എപ്പോഴാണ്? ഏപ്രിൽ 2023. 2026 വിന്റർ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലം? ഇറ്റലിയിലെ മിലാനോ കോർട്ടീന. 2026 വിന്റർ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലം? ഇറ്റലിയിലെ മിലാനോ കോർട്ടീന. 2026 ഓസ്കാർ അവാർഡിന് അർഹമായ ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. 2026 ഓസ്കാർ അവാർഡിന് അർഹമായ ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. 2026 ഫിഫ ലോകകപ്പ് വേദി? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം 1, 2, 3. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, കാനഡ. 2026 ഫിഫ ലോകകപ്പ് വേദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, കാനഡ. 2026 ഫിഫ ലോകകപ്പിൽ ജേതാക്കൾ ആരായിരുന്നു? സ്പെയിൻ ആയിരുന്നു ജേതാക്കൾ, വിന്നർ. റണ്ണറപ്പ് ആരായിരുന്നു? അർജന്റീന. നിങ്ങൾ കളി കണ്ടു കാണുമല്ലേ? പാവം നമ്മുടെ മെസ്സി ഉള്ള ടീമായിരുന്നു അർജന്റീന. പക്ഷെ എന്നാ ചെയ്യാൻ, അവർ റണ്ണറപ്പായി. സ്പെയിനാണ് കളിയിൽ ജയിച്ചത്. അപ്പോൾ 2026 ഫിഫ ലോകകപ്പ് ജേതാക്കൾ ആരാണ്? സ്പെയിനാണ്. റണ്ണറപ്പ് ആരായിരുന്നു? അർജന്റീന. ഓക്കെ, അപ്പോൾ അത് മറന്നു പോകരുത്. 2026 ഫിഫ ലോകകപ്പിലെ വിന്നർ ജേതാക്കൾ ആരായിരുന്നു? സ്പെയിന്. റണ്ണറപ്പ് ആരായിരുന്നു? അർജന്റീന. ഓക്കെ. ടേബിൾ ടെന്നീസിൽ 2023 അർജുന അവാർഡ് നേടിയത് ആരാണ്? ഐഹിക മുഖർജി. ടേബിൾ ടെന്നീസിൽ 2023 അർജുന അവാർഡ് നേടിയത് ഐഹിക മുഖർജി. 2025 മികച്ച വനിതാ കളിക്കാരിക്കുള്ള ഫിഫ അവാർഡ് നേടിയത് ആരാണ്? ഐതാന ബോൺമതി. 2025 മികച്ച വനിതാ കളിക്കാരിക്കുള്ള ഫിഫ അവാർഡ് നേടിയത് ആരാണ്? ഐതാന ബോൺമതി. ഓക്കെ, അപ്പോൾ നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ 2026 PSC പരീക്ഷകളിൽ ചോദിച്ച കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചത്. അപ്പോൾ നിങ്ങൾ 2025-26 പഠിക്കുക കേട്ടോ. കാരണം അതിലെയൊക്കെ ചോദ്യങ്ങൾ വരാം. 2025 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അതുപോലെ തന്നെ പുരസ്കാരങ്ങൾ, അവാർഡുകൾ, നോബൽ പ്രൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുക. അതുപോലെ മന്ത്രിമാരും വകുപ്പുകളും, ഇതൊക്കെയാണ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് സാധാരണയായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.
പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിലും കൂടെ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിലുണ്ട്. ടെലഗ്രാം ചാനലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.